ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ്റെ വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ചെമ്മീൻ ചോറ് അല്ലെങ്കിൽ ഒരു ബിരിയാണി ചോറ് എന്നൊക്കെ നമുക്ക് പറയാം ഇതിനെപ്പറ്റി. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഞാനായിട്ട് പല പ്രാവശ്യം ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഇതിലുണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അരി കുതിർത്ത് വേവിച്ച ഞാൻ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കും ഫ്രിഡ്ജിനകത്തേക്ക്. അപ്പം നമുക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ അരിഞ്ഞും ഇതുപോലെയുള്ള എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ എല്ലാം ചെയ്ത് വെക്കാറുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ബേക്കറിയിൽ സാധനങ്ങൾ കൊണ്ടുപോകേണ്ട തിരക്കൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നല്ല തിരക്കായിരിക്കും. അപ്പം ഞാൻ റൈസ് 2.5 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി, അപ്പോൾ ഇതുപോലുള്ള എന്ത് കഴുകുന്ന പരിപാടി ഉണ്ടെങ്കിലും ദുവക്കൊന്ന് കൈ അതിനകത്തിടണം. അതിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ടിരിക്കും നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനകത്ത് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, തക്കോലം, ചെറിയൊരു കഷ്ണം ഓപ്ഷണലാണ്, ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരല്പം നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് നല്ലവണ്ണം തിളക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ പൊടിയുപ്പിനേക്കാളും നമ്മുടെ ഹെൽത്തിന് നല്ലത് കല്ലുപ്പാണ്. പൊടിയുപ്പും ഉണ്ട്, നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ പൊടിയുപ്പ് തന്നെ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആവി അടിച്ചുകൊണ്ടിട്ട് ക്യാമറയിൽ അത്ര ക്ലിയറായി കാണുന്നില്ല. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന അരി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരി ഇതുപോലെ നന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബിരിയാണി റൈസ് വേവിക്കാനായിട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരല്പം കൂടി വേകാനുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസിന് എങ്ങനെയാണ് റൈസ് വേവിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ച് വെള്ളം ഊറ്റി എടുത്ത് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇത് തണുപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ എടുത്ത് നമ്മൾ ചോറെടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മളതിന് ചോറ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് ചെമ്മീനിട്ട്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവോളയുടെ കൂടെ തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 കഷ്ണം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്. ബീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ക്യാബേജ് ചേർക്കാം. അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ നമുക്കിതിനകത്തേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ചേർത്ത് അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു പകുതി വേവ് ആവുന്ന രീതിയിൽ മാത്രം നമ്മളിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയൊരു കഷ്ണം ചിക്കൻ ക്യൂബ് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ക്യൂബ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ക്ലീൻ ചെയ്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം കുഞ്ഞിന് കഴിക്കേണ്ട കാരണം ഒത്തിരി എരിവിൽ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരല്പം കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ നമ്മളുടെ ചെമ്മീനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കിടന്ന് ഇത് വെന്ത് ആ മസാലയെല്ലാം ഇതിൽ നല്ലവണ്ണം പിടിച്ച് നമുക്കിതൊന്ന് നല്ലവണ്ണം വേവിച്ച് കിട്ടണം നമ്മുടെ ആ ചെമ്മീന്. അപ്പോൾ നമ്മളിത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എരിവിൻ്റെ ഒരു ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. അപ്പോൾ ഇത് കണ്ടോ, വെള്ളമൊക്കെ ഇതുപോലെ വറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കാണ് റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് റൈസ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഈ സമയമാകുമ്പോഴത്തേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാത്രം അല്പം ചെറുതായി പോയിട്ടോ, എല്ലാ റൈസും കൂടി ഇതിനകത്ത് കിടക്കില്ല. അപ്പോൾ ഞാൻ നേരെ വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റുവാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ പച്ചക്കറിയൊന്നും അധികം കഴിക്കാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ നേരത്ത് ആ പച്ചക്കറിയും നമുക്ക് ഉള്ളിലോട്ട് പോകും. ചെമ്മീനും ചോറും എല്ലാം അവർക്ക് ഒന്നുകൂടി ഇഷ്ടമായിരിക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻസ് ആയിട്ട് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ റൈസ് ഞാൻ മാറ്റിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഇതിനകത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ, നെയ്യ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ നല്ലവണ്ണം ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ആ ചോറൊന്ന് ചൂടാകുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് നെയ്യ് കൂടി അതിൻ്റെ പുറത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ള സംഭവം നമ്മളുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ളൊരു സിമ്പിൾ വിഭവമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ടേക്ക് കെയർ, ഓൾ ബൈ.